ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജുവിൻ്റെ കണ്ണുകൾ ഹൃതികയുടെ കണ്ണിലോട്ട് നോക്കി ഇങ്ങനെ ഉടക്കി നിൽക്കുവാണ്. എന്നോമൽ കിളിയല്ലേ എന്ന് രാജുവിൻ്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയവിടിപ്പിൻ്റെ വേഗത കൊണ്ട് അത് ഹൃതികയോട് അവന് തുറന്നു പറയാൻ പറ്റുന്നില്ല. ഹൃതികയ്ക്കും അതേ അവസ്ഥയാണ്. ഒരു പുതുമഴയ്ക്ക് വേണ്ടി കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ അവളുടെ കണ്ണുകൾ രാജുവിൻ്റെ കണ്ണുകളിൽ നോക്കി ഹൃതികയുടെ കണ്ണുകൾ പറയുന്നുണ്ട്, പ്രാണനാഥ, ഞാൻ എൻ്റെ ഹൃദയകോവിലിൽ എന്നേ നിന്നെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ് എന്താണ് എൻ്റെ പ്രണയം നീ മനസ്സിലാക്കാതെ പോയത്? പരസ്പരം രണ്ടുപേർക്കും ഒന്നും പറയാനാവാതെ അവരുടെ കണ്ണുകൾ അങ്ങനെ കണ്ണുകളിൽ തന്നെ ഉടക്കി നിൽക്കുവാണ്. പെട്ടെന്ന് രാജുവിൻ്റെ കണ്ണുകൾ ഹൃതികയുടെ കണ്ണിൽ നിന്നും പിൻവലിച്ചപ്പോൾ ഹൃതിക ചോദിക്കുന്നു, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ നിനക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലേ? എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി നിന്നാൽ എന്നെ പ്രണയിച്ചു പോകുമെന്നുള്ള പേടിയാണല്ലേ? ഹൃതികയുടെ ചോദ്യത്തിന് ഉത്തരം പറയാനാകാതെ രാജു കടന്ന് ഉരുണ്ട് കളിക്കുവാണ്. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, ഞാനെന്തിനാ പേടിക്കുന്നേ? എങ്കിലെൻ്റെ കണ്ണിലോട്ട് നോക്ക് രാജു. എൻ്റെ ദൈവമേ, ഇനി ഞാൻ ഹൃതിക മേഡത്തിൻ്റെ കണ്ണിലോട്ട് നോക്കിയാൽ എൻ്റെ സകല നിയന്ത്രണവും വിട്ടുപോകുമല്ലോ. പക്ഷേ ഹൃതികയുടെ നിർബന്ധത്തിൻ്റെ മുന്നിൽ രാജുവിന് പിടിച്ചു നിൽക്കാനായില്ല. രാജു വീണ്ടും ഹൃതികയുടെ കണ്ണുകളിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. രാജു വെപ്രാളം പിടിച്ചിട്ട് പറയാം, മേഡം എന്താ പറയാനുണ്ടെന്ന് വെച്ചാൽ അത് എളുപ്പം പറയും, എനിക്ക് പോകണം. ഇതിനു മുമ്പും രാജു സ്വപ്നം കണ്ട് എനിക്ക് അപകടം ഉണ്ടായെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വന്നിട്ടില്ലേ? ചേടാ, ഹൃതിക മേടയിൽ എങ്ങനെ അറിഞ്ഞ്? അന്നും ഇതുപോലെ ഹൃതിക മേടത്തിന് അപകടമെന്ന് സ്വപ്നം കണ്ട് ഞാനിവിടെ ഓടി വന്നിരുന്നല്ലോ. പക്ഷെ അന്ന് ഹൃതിക മേടം ഉറങ്ങിക്കിടക്കുമായിരുന്നല്ലോ, എങ്ങനെ അത് മനസ്സിലാക്കി? രാജു, നീ എപ്പോഴെൻ്റെ മുന്നിൽ വന്ന് നിന്നാലും എനിക്ക് ആ ഫീലുണ്ടാവും, ഞാനത് മനസ്സിലാക്കുകയും ചെയ്യും. രാജു, നീ എന്നോട് കാണിക്കുന്ന ഈ കെയറിങ് ഉണ്ടല്ലോ, എൻ്റെ അച്ഛനോടുള്ള സ്നേഹം, എൻ്റെ അച്ഛൻ്റെ മകളാണെന്നുള്ള ഒരു സ്നേഹം, ഇതൊന്നും കൊണ്ട് മാത്രമല്ല രാജു. രാജുവിൻ്റെ മനസ്സിൽ എവിടെയോ എന്നോടുള്ള പ്രണയമുണ്ട്. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഹൃതിക മേഡം പറയുവാണല്ലോ. രാജു, നീ എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നിൻ്റെ കണ്ണുകളിൽ കൂടെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹൃതികയുടെ മുന്നിൽ ഒന്നും പറയാനാകാതെ രാജു നിന്ന് വിറയ്ക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല മേഡം, അതൊക്കെ മേഡത്തിന് വെറുതെ തോന്നുന്നതാ. തോന്നലല്ല രാജു, എനിക്ക് നല്ലതുപോലെ അറിയാം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എനിക്ക് നിന്റെ സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് രാജു. നീ എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് രാജുവിന് അറിയാവോ? എൻ്റെ ഹൃദയവിടിപ്പിൻ്റെ താളം കൂടും. എനിക്ക് പറയാൻ പറ്റാത്ത ഒരു വല്ലാത്ത വൈബ്രേഷൻ. ദൈവമേ, ഇതൊക്കെ തന്നെയാണല്ലോ എൻ്റെ അവസ്ഥയും. പക്ഷേ ഇത് ഹൃതിക മേഡത്തിൻ്റെ അടുത്ത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. രാജുവിനറിയാവോ, ഇതൊക്കെ എൻ്റെ രാജുവിനോടുള്ള പ്രണയമാണ് എനിക്ക്. നിനക്കങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ രാജു? ദൈവമേ, എനിക്കെപ്പോഴും അതാണല്ലോ തോന്നുന്നത്. പെട്ടെന്ന് രാജു അവൻ്റെ കൈ അവൻ്റെ ഹൃദയത്തിൽ തൊട്ടിങ്ങനെ നോക്കുവാണ്. അവിടെയും ഹൃദയവിടിപ്പിൻ്റെ വേഗത കൂടുവാണ്. രാജു, എൻ്റെ ഹാർട്ട് ബീറ്റ് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുക. രാജു, നിനക്കും അങ്ങനെ തന്നെയല്ലേ? അത് നമ്മുടെ പ്രണയമാണ് രാജു. ഇനിയെങ്കിലും നീ അത് തിരിച്ചറിയും. രാജുവിനെ ഞാൻ എന്നു മുതലാണ് പ്രണയിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയില്ല. മറ്റുള്ളവരിൽ നിന്നും രാജു എനിക്ക് ഡിഫറൻ്റായിട്ട് തോന്നി. നീ എൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി എൻ്റെ കൂടൊപ്പം നിന്നപ്പോൾ നീ എൻ്റെ കൂട്ടുകാരനായി. പിന്നെ എൻ്റെ ഈ കൂട്ടുകാരനെ ഞാനങ്ങ് സ്നേഹിച്ചു തുടങ്ങി. ആ ഒരിഷ്ടം എനിക്കിപ്പോൾ കൂടിക്കൂടി വരികയാണ് രാജു. എനിക്ക് നിന്നെ ഇഷ്ടമാണ് രാജു, ഒരുപാട് ഇഷ്ടമാണ്. രാജുവിന് ഹൃതികയെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ രഹസ്യം ഹൃതികയോട് പറയണമെന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാനോ തുറന്നു പറയാനോ ആകാതെ ഹൃദയവേദനയോടെ രാജു വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. ഈ സമയം ദീപക് സോഫയിലിരുന്നുകൊണ്ട് മദ്യം ഇങ്ങനെ കുടിക്കുവാണ്. അല്പം പോലും വെള്ളവും ചേർക്കാതെ കുപ്പിയോടവൻ വായിലോട്ടിങ്ങനെ കമത്തി കുടിക്കുവാണ്. എൻ്റെ ജീവിതവും പോയി, എല്ലാം തീർന്നു. ഞാനിനി എങ്ങനെ ഹൃതികയെ കല്യാണം കഴിക്കും? രാജുവും ഹൃതികയും ചേർന്ന് എനിക്കിട്ട് പണിതു. അവരെന്നെക്കൊണ്ട് ആ വേലക്കാരി ദിവ്യയുടെ കഴുത്തിൽ താലിയും കെട്ടിച്ച് കല്യാണം കൂടാൻ വന്ന കൂട്ടുകാരുടെയും നാട്ടുകാരുടെയൊക്കെ മുന്നിൽ വെച്ച് ഞാനും എൻ്റെ അമ്മയും എന്തു നാണം കെട്ടുപോയി. ഓനെടുത്ത് ദീപക് അവൻ്റെ കൂട്ടുകാരെ വിളിക്കുവന്ന്. എടാ അളിയാ, നിങ്ങൾ എവിടാ? എടാ വീട്ടിലോ? നീയൊക്കെ എപ്പോഴാടാ തിരിച്ച് വീട്ടിൽ പോയത്? നീയൊക്കെ ഒരു കൂട്ടുകാരനാണോടാ? എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ നീയൊക്കെ എന്നെ ഇട്ടിട്ട് പോയില്ലേ? നിനക്കൊക്കെ എന്നെ വേണമായിരുന്നു, ഈ ദീപക്കിൻ്റെ പണം വേണമായിരുന്നു. എനിക്കൊരു ബാഡ് സിറ്റുവേഷൻ വന്നപ്പോൾ നീയൊക്കെ എന്നെ തനിച്ചിട്ടിട്ട് പോയില്ലേടാ? ഇന്നലെ രാത്രി കൂടെ നിങ്ങൾക്കൊക്കെ ഞാൻ കള്ളു മേടിച്ച് തന്നതല്ലേടാ? അതിൻ്റെയൊക്കെ നന്ദിയെങ്കിലും കാണിക്കടാ. എനിക്കാരും വേണ്ടടാ, ഈ ദീപക് ഒറ്റയ്ക്കാ. വീണ്ടും ദീപക് ആ കുപ്പി തുറന്നിങ്ങനെ വായിലോട്ട് മദ്യം ഒഴിച്ചങ്ങ് കുടിക്കുവാണ്.
ഇനി ഇവിടെങ്ങാണോ ഇരുന്നാൽ അമ്മാവനെങ്ങാണോ ഇങ്ങോട്ട് വരുമോ? കണ്ടാൽ അതും ഒരു പ്രശ്നമാവും. എന്നെ കണ്ടാൽ ഞാൻ നല്ല ഫിറ്റാണല്ലോ. ഇന്നുണ്ടായതിൽ കൂടുതൽ എന്ത് പ്രശ്നമാണ് ദീപക്കിൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത്? ഇനിയിപ്പോൾ കള്ളു കുടിച്ചെന്നും പറഞ്ഞ് നാണമൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഒരു ലെവലും ഇല്ലാതെ വീണ്ടും ദീപക് ഇങ്ങനെ മദ്യം കുടിക്കുവാണ്. ഞാനിന്നീ സ്മോൾ അടിക്കുന്നതേ എൻ്റെ വിഷമം കൊണ്ടാ. എൻ്റെ പ്രതീക്ഷകളെല്ലാം പോയി, എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയി. ഞാൻ ഒറ്റയ്ക്കായി, ഈ ദീപക് ഒറ്റയ്ക്കായി എന്നും പറഞ്ഞ് ഞാൻ പദം പറക്കി എന്തൊക്കെയോ കരയുകയോ കൂവുകയോ ഒക്കെ ചെയ്യുന്നു. അത് കേട്ടിട്ട് അംബിക അങ്ങോട്ട് വരുന്നുണ്ട്. ദീപക് തോറ്റുപോയി, പക്ഷേ ഈ ദീപക് ജയിക്കും. ദീപക്കിൻ്റെ അമ്മ അംബികയെ പോലെ ഈ ദീപക്കും പോരാടാൻ വേണ്ടി ജനിച്ചവനാ. അംബിക വന്നിട്ട് ചോദിക്കുക, എടാ ദീപക്കെ, നീ വീണ്ടും കള്ളു കുടിച്ചോടാ? കുടിക്കാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? എടാ ഒന്ന് പതുക്കെ പറയടാ, ആരെങ്കിലും കേട്ടാലോ? എൻ്റെ പ്രതാപൻ്റെ മുറി അപ്പുറത്താ. നിനക്ക് ഈ ഡോറെങ്കിലും ഒന്ന് അടച്ചുകൂടായിരുന്നോ? ഞാൻ അടയ്ക്കാൻ പോയതാമ്മേ, പക്ഷേ എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല. എൻ്റെ ദൈവമേ, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റല്ലോടാ. എടാ നിന്നോടിങ്ങനെ കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേടാ? ചങ്കും കരളുമൊക്കെ വാടിപ്പോവൂടാ. ചങ്കും കരളുമൊക്കെ വാടിപ്പോന്നെങ്കിൽ അങ്ങ് പോട്ടമ്മേ. നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളോ നടക്കുന്നില്ല, പിന്നാണോ ചങ്കും കരളും? എടാ നീ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട, പോയി കിടന്നുറങ്ങ്. നാളെ നേരം വെള്ളത്തിന് തലയ്ക്ക് വെളിവ് വന്നിട്ടേ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. എങ്ങനാമേ ഞാൻ അവിടെ പോയി കിടക്കുന്നത്? അവിടെ അവളും ആ കൊച്ചും കിടക്കുമല്ലേ. എന്നാലേ മോൻ എൻ്റെ മുറിയിൽ പോയി കിടക്ക്. എൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരാൻ പറ്റാത്ത ഒരു പാഴ്ജന്മമായി പോയല്ലോ അമ്മേ ഈ ദീപക്ക്. അങ്ങനെ ഒന്നും അല്ല മോനെ, നീ നന്നാകും, അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. തോറ്റുപോയെന്നോർത്ത് നീ നിരാശപ്പെടണ്ട മോനെ. നീ ഇങ്ങനെ തളർന്നിരിക്കേണ്ടവനല്ല മോനെ. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ലമ്മേ, ഞാൻ കുടിച്ചോണ്ടിരിക്കുവോ അമ്മേ, എനിക്കിത് മതി. ആ ദിവ്യയും കുഞ്ഞും ഇവിടുന്ന് പോകാതെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പച്ചവെള്ളം പോലും കുടിക്കത്തില്ലമ്മേ. എടാ മോനെ, നീ ഇങ്ങനെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാതെ. നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിളിച്ചുണർത്തിയാലേ അത് വലിയ പ്രശ്നമാകും. മതി, ഇനി നീ ഇവിടെ കിടന്ന് ഇങ്ങനെ പുലമ്പിയത്. വന്നേ, എഴുന്നേറ്റ് വാ, ഞാൻ നിന്നെ കൊണ്ട് കിടത്താം എന്നും പറഞ്ഞ് അംബിക കൊണ്ടുപോയി ദീപക്കനെ മുറിയിൽ കിടത്തുവാണ്. ദീപക് അവിടെ കിടന്ന് വീണ്ടും വിളിച്ചു പോവാണ്, അയ്യോ എല്ലാം പോയേ, എൻ്റെ കല്യാണം മുടങ്ങിയേ. എടി ദിവ്യേ, നിന്നെ ഞാൻ കൊല്ലുവടി. രാജുവും ഹൃതികയാണെങ്കിൽ കണ്ണി നോക്കി അങ്ങനെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ നിന്ന് കാല് കുഴഞ്ഞിട്ടാണോന്നറിയില്ല, രണ്ടുപേരും കട്ടിലിരുന്ന് പരസ്പരം വീണ്ടും കണ്ണി നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. രാജു, ഇനിയെങ്കിലും രാജു തുറന്നു പറ. രാജുവിൻ്റെ കണ്ണിൽ കാണുന്നത് പ്രണയമല്ലേ? അല്ല മേഡം, എൻ്റെ നിസ്സഹായാവസ്ഥയാണ്. നിസ്സഹായതയോ? അതേ മേഡം. അതെങ്ങനെയാ മേഡത്തെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പാടുപെട്ട് തോണിയൊന്ന് കരയ്ക്കടുപ്പിക്കാൻ നോക്കിയപ്പോൾ കരയ്ക്കടുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ശങ്കരൻ തെങ്ങേ തന്നെന്ന് പറഞ്ഞ പോലായല്ലോ. എന്താ രാജു ഇത്? ഹൃതിക മേഡം, ഐ ആം റിയലി സോറി. എനിക്കും മേഡത്തോട് വേണ്ട, രാജു കൂടുതലൊന്നും ഇനി പറയണ്ട. രാജു ഇനി വീണ്ടും രാജുവിൻ്റെ ആ പഴംപുരാണത്തിൻ്റെ പെട്ടിയെ തുറക്കണ്ട. എൻ്റെ ദൈവമേ, ഇങ്ങനൊരു ബുദ്ധൂസനെയാണല്ലോ ഞാൻ പ്രണയിച്ചത്. ആ സമയത്ത് അംബിക അതുവഴി വരുന്നുണ്ടായിരുന്നു. അംബിക ഋതികയുടെ റൂമിൻ്റെ വാതക്കൽ വന്നപ്പോൾ ഋതിക ആരോടോ സംസാരിക്കുന്നതാണ് കേൾക്കുന്നത്. പെട്ടെന്ന് അംബികയ്ക്ക് സംശയം തോന്നിയിട്ട് എടി ഋതികേ എന്നും പറഞ്ഞ കഥകളിട്ട് തട്ടുവാണ്. എടി നിന്നോട് വാതിൽ തുറക്കാനാ പറഞ്ഞത്. അയ്യോ രാജു, അമ്മായി. എടി ഋതികയെ, നിന്നോട് വാതിൽ തുറക്കാനാ പറഞ്ഞത്. അംബികയെ കഥകിട്ട് തല്ലി പറിക്കുവാണ്. ആരോടാടി നീ അവിടെ സംസാരിക്കുന്നത്? അയ്യോ എൻ്റെ ഋതിക മേഡം, നമ്മൾ സംസാരിച്ചത് അംബിക മേഡം കേട്ടെന്നാ തോന്നുന്നേ. അയ്യോ, ഞാൻ വന്നപ്പോഴേ അങ്ങ് തിരിച്ചു പോയാൽ മതിയായിരുന്നു. മേഡമല്ലേ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയത്? ഇത് പ്രശ്നമാകും മേഡം, പ്രശ്നമാകും, വലിയ പ്രശ്നമാകും. അംബിക മേഡം ഈ പ്രശ്നം വലിയ കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കും, നമ്മളെ വീണ്ടും കുഴപ്പത്തിലാക്കുകയും ചെയ്യും. രാജു ഒന്ന് പതുക്കെ പറ. രാജു ഇങ്ങനെ പേടിച്ചാലോ? രാജു എവിടെങ്കിലും പോയി ഒളിക്ക്. എവിടെ പോയി ഒളിക്കാനാ മേഡം? എടി ഋതികയെ, നീ മര്യാദയ്ക്ക് വാതിൽ തുറക്കുന്നോ അതോ ഞാൻ ചവിട്ടി പൊളിക്കണോ? യോ രാജു, എവിടെങ്കിലും പോയി ഒളിക്ക്. ഇവിടെ എവിടെ ഒളിക്കാനാ മേഡം? അയ്യോ അവിടെ വേണ്ട, പിന്നെ എവിടാ മേഡം? എവിടെങ്കിലും പോയെന്ന് ഒളിക്ക് രാജു. അമ്മാവി ഇപ്പം കഥവ് തല്ലിപ്പൊളിച്ചിങ്ങ് എത്തും. രാജു അങ്ങനെ ഓടിപ്പോയി ബാത്റൂമിനകത്ത് കയറി കഥകടച്ചിരിക്കുക. ഇനിയും കഥവ് തുറക്കാൻ താമസിച്ചാൽ അമ്മായി കഥവ് തല്ലിപ്പൊളിച്ചിങ്ങ് എത്തുമെന്ന് ഋതികയ്ക്കറിയാം. ഋതികയെ ഓടിച്ചെന്ന് കഥകിൻ്റെ കുറ്റിയെടുക്കുവാണ്. അംബിക അകത്തോട്ട് ഓടി വന്ന് അവിടെ എല്ലാം നോക്കുവാണ്. അമ്മായി എന്തോ ഇവിടൊക്കെ നോക്കുന്നത്? എടി, കൂടുതൽ വിളച്ചിൽ കാണിക്കല്ലേ. നീ ആരോടാടി ഇവിടെ സംസാരിച്ചോണ്ടിരുന്നത്? ഒരെണ്ണങ്ങോട്ട് തന്നാലുണ്ടല്ലോ. സംസാരിച്ചെന്നോ? ആരോട് സംസാരിക്കാൻ? ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. ആഹാ, അപ്പം നിനക്ക് ഉറക്കത്തിൽ സംസാരിക്കുന്ന ശീലം ഉണ്ടോടി? എനിക്ക് അങ്ങനെയുള്ള അസുഖമൊന്നും ഇല്ലമ്മായി. അമ്മായിയുടെ ചെവിയുടെ കുഴപ്പമായിരിക്കും. എൻ്റെ ചെവിയുടെ കുഴപ്പമൊന്നും അല്ലടി. നിന്റെ അച്ഛനെ ഇപ്പം കൈക്ക് എല്ലില്ല, അവനിപ്പോൾ അടിക്കാൻ വയ്യ നിന്നെ. അതെ എൻ്റെ അമ്മായിയുടെ ഏഷണിയൊന്നും ഇപ്പം അച്ഛൻ്റെ അടുത്ത് ഫലിക്കാത്തത് കൊണ്ടേ അമ്മായിക്ക് തോന്നുന്നതാ.
എടി ഹൃതിയെ, നീ നിൻ്റെ അധിക പ്രസംഗം നിർത്തിയിട്ടേ ആരെയാ നീ ഈ മുറിയിലോട്ട് വിളിച്ചു കയറ്റിയെന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി. നീയായിട്ട് പറഞ്ഞ കുറ്റസമ്മതം നടത്തിയ ചിലപ്പോൾ ഞാൻ ക്ഷമിച്ചെന്ന് വരും. ഞാനായിട്ട് കണ്ടുപിടിച്ചാൽ നിനക്കെന്നെ അറിയാലോ. ചെറുപ്പത്തിലെ എൻ്റെ ബെൽറ്റിൻ്റെ ചൂട് നീ കുറേ അറിഞ്ഞിട്ടുള്ളതാ. അംബിക ഈ പറയുന്നതൊക്കെ കേട്ട് രാജു ആ ബാത്റൂമിൽ നിന്നങ്ങ് വിഷമിക്കുവാണ്. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലല്ലോ. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അടിച്ച് നിൻ്റെ മുതുക് ഞാൻ പൊളിക്കും. അമ്മായിക്ക് സംശയരോഗമാണ്. അത് കേട്ടിട്ട് അംബിക്ക് ദേഷ്യം വന്നിട്ട് ആ റൂമെല്ലാം ഇങ്ങനെ നോക്കുവാണ്. എന്നിട്ട് ആ ബാത്റൂമിൻ്റെ കതക് തുറക്കാൻ പോകുമ്പോൾ ഹൃതിക പെട്ടെന്ന് അടപ്പം നിന്നിട്ട്, അമ്മായിയോട് ഞാനൊരു കാര്യം പറയാം. എൻ്റെ റൂമിനകം പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പെർമിഷൻ വാങ്ങിയിട്ട് വാ. എന്താടി, ഭീഷണിയാണോടി? അയ്യോ, ഭീഷണിയൊന്നും അല്ല അമ്മായി, ഇതെൻ്റെ അവകാശമാണ്. എങ്കിൽ ശരി, നിന്റെ റൂമിൻ്റെ കീ എവിടെ ഹൃതിയെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അകത്തുനിന്ന് രാജു ഞെട്ടിപ്പോയി. അംബിക മേഡം ഹൃതിയ മേഡത്തിൻ്റെ റൂമിൻ്റെ കീ ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഇതിനകത്തിട്ട് പൂട്ടും. അത് രാജുവിന് പറയാനും പറ്റുന്നില്ലല്ലോ ഹൃതിയോട്. അംബിക ദേഷ്യത്തോടെ അവിടെ എല്ലാം ഹൃതിയുടെ റൂമിൻ്റെ കീ നോക്കുവാണ്. അതും ഇതും നോക്കിയിട്ട് കാണാഞ്ഞപ്പോൾ, എടി എവിടെയാടി നിൻ്റെ റൂമിൻ്റെ കീ? ഹൃതിയയ്ക്ക് ആ റൂമിൻ്റെ കീ എടുത്ത് മാറ്റാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അംബിക ആ കീ എടുത്ത്, അമ്മായി എൻ്റെ കീ എടുക്കരുത്, അമ്മായി ആ കീ ഇങ്ങതാ എന്നും പറഞ്ഞ് അംബികയും ഹൃതികയും കൂടെ അവിടെ ആ കീക്ക് വേണ്ടി അവിടെ കിടന്ന് പിടിയും വലിയും ചെയ്യുവാണ്. അവസാനം അംബിക ഹൃതിയെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് എളുപ്പം ചെന്ന് ആ കതവ് പുറത്തു വന്നങ്ങ് പൂട്ടി. അമ്മായി പൂട്ടരുത്, അമ്മായി കതവ് തുറക്ക് എന്നും പറഞ്ഞ് ഹൃതിയെ അവിടെ കിടന്ന് നിലവിളിച്ചിട്ടും ഒരു കൂസലുമില്ലാതെ അംബിക അങ്ങ് പോയി. അംബിക വിരിച്ച വലയിൽ കുടുങ്ങിയല്ലോ എന്നോർത്ത് രാജു ആ ബാത്റൂമിലിരുന്ന് കരയുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജു ആ റൂമിൽ നിന്ന് എങ്ങനെങ്കിലും പുറത്തു കിടക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കുവോ, അതോ അവരെ പ്രതാപൻ്റെ മുന്നിൽ അംബിക എത്തിക്കുവോ എന്നുള്ളതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.